You need to know where to stand. തീ കത്തണം. ഇവിടെ പറയുന്നത് Abraham. Okay. He says, Abraham, കൊല്ലം പോവാ. അപ്പൊ ശബ്ദം മേളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം. Verse 10. Verse 11. ശ്രദ്ധിച്ചു നോക്കണം, അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്. അബ്രഹാമിന്റെ പേര് എത്ര പ്രാവശ്യം വിളിക്കുന്നത്? 2 times. First time 22 വിളിച്ചപ്പോ once. The first call of God was the call of obedience. The second call was the call of blessing. ദൈവം പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വിളി വരുമ്പോ അനുഗ്രഹത്തിന്റെ വിളിയായിരിക്കും. Can I prove it to you? Go to Psalm. Thank you, Jesus. 61. Psalm 62 verse 11. ഈ രണ്ട് പ്രാവശ്യം എന്തിനാ നമ്മൾ ഈ പേര് കേട്ടത്? വായിച്ചത് മലയാളത്തിൽ വായിച്ചത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഭൂമിയിൽ അതിന്റെ എക്കോ ഉണ്ട്. Amen. What is spoken in heaven, your will be done on earth as it is in heaven. What God speaks in heaven, it echoes on earth. അതുകൊണ്ട് 2 പ്രാവശ്യം കേൾക്കുന്നു. Amen. Abraham, do not lay your hand on your son. അയ്യോ, ദൈവം മുമ്പ് യാഗമല്ലോ ചെയ്യേണ്ടിയ. ദൈവം പറഞ്ഞത് എന്റെ ഹൃദയം ഞാൻ കാണുന്നത്. സ്തോത്രം. എല്ലാരും വെളിയിലാ കാണുന്നത്. ഏത് വണ്ടിയാ ഓടിക്കുന്നത്, ഏത് വാച്ച് അട്ടിരിക്കുന്നു. CK ആണോ? പേര് CK അല്ലല്ലോ, അല്ലയോ? അതല്ലോ നമ്മൾ വെളിയിലാ നോക്കുന്നേ, പക്ഷെ ദൈവം നോക്കുന്നേ. ആരും കാണാത്ത ഞാൻ എത്ര കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്, ആർക്കും അറിയില്ല. ഞാൻ എൻ്റെ ശുശ്രൂഷ ഞാൻ ഒരു പാസ്റ്റേഴ്സ് വീസയിലാണ് വന്നത്. നിങ്ങൾ എല്ലാവരും ആലോചിക്കുകയോ പാസ്റ്ററുടെ വൈഫ് നേഴ്സ് അല്ല, നേഴ്സ് അല്ല. ഞാൻ UK വന്ന ഒരു പാസ്റ്റേഴ്സ് വീസയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യൻ്റെ വീസയിലല്ല വന്നത്, എനിക്ക് നമ്മുടെ പാസ്റ്റേഴ്സ് വീസ. ഇവിടെ വന്നപ്പോൾ നമുക്ക് മറ്റേ ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവം വണ്ടി കിടന്ന് ഉറങ്ങിയ ചർച്ച തുടങ്ങി. റെയിനഡ് ബോംകെന്റെ ആളുകളായി എന്നെ വിളിച്ച് ഈ രാജ്യത്തെ മലയാളി ബ്രദറിനെ ചതിച്ചു എന്റെ ശുശ്രൂഷ തീർക്കാൻ നോക്കി. പക്ഷെ അതിന്റെ ഇടയ്ക്കൊന്ന് ദൈവം എന്നെ അടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ആഗ്രഹം ഉണ്ടായിരുന്ന ജഡത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ, പക്ഷെ ജഡത്തിൽ ചെയ്തില്ലെങ്കിൽ കർത്താവ് നോക്കിക്കോളാം, നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവിനെ ചെയ്യാൻ പറ്റില്ല. ദൈവം പറഞ്ഞ Abraham, do not kill your son. ഇനി ഞാൻ കാണിക്കാൻ പോവാ അബ്രഹാമെ ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത്. I will bless you. അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വാക്യം. Verse 17. Your descendants will take possession of the gates of the enemy. Abraham some enemies you could not destroy, but your children. Amen. Praise the Lord. Hallelujah. നീ ചെയ്തില്ലാത്ത ചിലത് നിന്റെ പിള്ളേർ ചെയ്യും. Amen. Hallelujah. പറഞ്ഞാൽ ഞാൻ അതുപോലെ നിന്നെ അനുഗ്രഹിക്കും. നീ കേട്ടുകൊണ്ട് നിന്റെ പിള്ളേർ, ഞാൻ ഇത് പറയട്ടെ, ഒരു ദൂതായി എടുത്തേക്കണം. നിങ്ങളുടെ പിള്ളേർ നിങ്ങൾ ചെയ്യുന്ന കാട്ട് കൂടുതൽ ചെയ്യും. അതൊരു അനുഗ്രഹമായി മാറും. ദൈവം നിങ്ങളെ ഈ ദേശത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാനിക്കും, അനുഗ്രഹിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ സന്തതിയെ ദൈവം അനുഗ്രഹിക്കും. God knows how to honor and bless your children and lift your children and take them to a greater height. And nobody can shut. Government can shut. Yes. Hallelujah. ആരാധിക്കാൻ പഠിച്ചോ. ആരാധനയെ വേണ്ടിയാ പോയത്. ഇസാക്ക് ചോദിച്ചോ, ഇല്ല ഉണ്ട്, തീ ഉണ്ട്, കത്തി ഉണ്ട്, ഇല്ല ഉണ്ട്. Where is the God will provide. വിശ്വാസത്തിൽ പറഞ്ഞു. ദാസന്മാരുടെ അടുത്ത് പറഞ്ഞ എന്തോ, ഞാനും മകനും ആരാധിച്ച് തിരിച്ചു വരും.
കള്ളമല്ലയോ പറഞ്ഞു? അല്ല, വിശ്വാസത്തിൽ നിങ്ങളുടെ വിശ്വാസം സംസാരിക്കണം. എന്റെ ചർച്ച ഞാൻ പ്രശ്നത്തോടെ പോകാൻ നേരം 2014 എനിക്കിപ്പോ ഈ രാജ്യത്ത് വന്നിട്ട് നിയർ 20 വർഷമായി. പക്ഷെ 2014 ഒരു വലിയ പ്രശ്നം, എന്റെ വലിയ ചർച്ചയായിരുന്നു. എന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ മൊത്തം ചർച്ച അടിച്ചോണ്ട് മാറ്റി. എനിക്കൊരു കത്ത് അയച്ചു തന്ന് വീട്ടിലോട്ട്. ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വന്നപ്പോൾ ഇന്ത്യയിൽ തൊട്ട് തിരിച്ചു വരുന്നു. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഫുട്ട് ഓഫ് ഫെലോഷിപ്പ് അത് കിട്ടി. ഇനി തിരിച്ചു കയറാൻ പറ്റില്ല. കാര്യം എന്റെ മേയർ ഇത് അവരെ അറിഞ്ഞ, നമ്മുടെ ടൗണിന്റെ മേയർ അവരൊരു നോട്ടീസ് അടിച്ച് ഇനി തൊട്ട് ആ ഗ്രൂപ്പിനെ ഹോൾ ആർക്കും കൊടുക്കാൻ പറ്റും. ആ വർഷം തൊട്ട് ഇപ്പം വരെ ടൗൺ ഹാളിന്റെ ചാബി എന്റെ കയ്യിലായിരിക്കും. ഒരു പൈസ കൊടുക്കാതെ, ഒരു ചെലവില്ലാതെ അവിടെയാണ് നമ്മൾ ആരാധന നടത്തുന്നത്. എപ്പം തുറക്കണം അത് തുറക്കാം. ഏത് മേയർ അവിടെ വരും, അവരെന്നെ വിളിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ട് ആ കസേരയിൽ കയറും. ദൈവം അതുപോലെ മാനിച്ചു. ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാനിക്കാൻ വേണ്ടിയില്ല, നിങ്ങളെ തല കുനിയാൻ വേണ്ടിയല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ചിലർ ഈ മീറ്റിംഗ് ഇരിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നഴ്സിംഗ് ഹോം മേടിച്ച് ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ചിലർ ഹെഡായി മാറാൻ വേണ്ടി. ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ GP സെന്റർ ഒക്കെ എല്ലാം തുറന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഈ കള്ളന്മാരുടെ എല്ലാം പൈസ എടുത്ത് നിങ്ങളുടെ, അല്ലയോ? ഞാൻ വാക്യം തരാം. Proverbs 13:22 നോക്കിക്കോ എന്താ എഴുതിയിരിക്കുന്നത്. പാപിയുടെ സമ്പത്ത് ആർക്ക് വേണ്ടിയാ? നിങ്ങൾ നീതിമാനാണ്. അപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറട്ടെ. ദൈവമേ ആമേൻ പറഞ്ഞ അവരെ മാത്രം കൊടുത്താൽ മതി. യേശു ഇപ്പൊ പറഞ്ഞവരെല്ലാം ദൈവം എന്താ പറഞ്ഞത്? അല്ല, ഇങ്ങനത്തെ വാക്യം കേൾക്കുമ്പോ നിങ്ങളുടെ വിശ്വാസം മേലോട്ട് വന്ന് പറയണം, ഇത് എന്റെ അനുഗ്രഹം, ഇത് എന്റെ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം ചിലർക്ക് വേണ്ടിയല്ല, നമ്മൾ എടുക്കാൻ റെഡി ആണെങ്കിൽ അത് നമുക്ക് കിട്ടും. ഞാൻ ചില രാജ്യത്തിൽ പോകുമ്പോൾ, ഇസ്രായേൽ, അമേരിക്ക, അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കൺട്രോൾ ഉണ്ട്. നമുക്ക് പാസ്പോർട്ട് കൺട്രോൾ ഇല്ല. എന്തിനാ വിശ്വസിക്കുന്ന ആ പൊസിഷൻ? ഞാൻ ഡിപ്ലോമാറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുടെ ടീച്ചറായിരുന്നു ബൈബിൾ സ്കൂളിൽ, ബെഞ്ചമിൻ. 27 വർഷമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ഇസ്രായേലിൽ ചെലവ് ഇറങ്ങി കഴിഞ്ഞാൽ എന്നെ പ്ലെയിനിൽ നിന്ന് പൊക്കിക്കൊണ്ടാണ് പോകുന്നത്. പാസ്പോർട്ട് കൺട്രോൾ ഇല്ല, ഒന്നുമില്ല. ഞാൻ ഗവൺമെന്റ് വേണ്ടി പോകുന്നുണ്ട്, എല്ലാ വർഷവും 2 പ്രാവശ്യം പോകുന്നുണ്ട്. ഫോർ ഗവൺമെന്റ് വർക്ക്, നത്തിങ് എൽസ്. ദൈവം അതുപോലെ മാനിച്ചിട്ടുണ്ട്. ഇന്ത്യ ജനിച്ച ഗ്രാമത്തിൽ ജനിച്ച്, ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച്, അഞ്ചലില് സെയിന്റ് ജോൺസ് ഹോസ്പിറ്റൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചാബിൽ എത്തി. പഞ്ചാബിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടെ നിന്ന് ദൈവം പോക്കി മാനിച്ചു. നമ്മുടെ ഹൃദയം നേരെയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. അബ്രഹാം ആരാധിക്കാൻ മേളോട്ട് കയറാൻ തുടങ്ങി. മേളോട്ട് പോവുക ആരാധന വേണ്ടി. മലയല്ലോ കയറുന്നത്. അപ്പൊ മല എങ്ങനെയാണ്? ഇങ്ങനെയല്ലോ മല. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. സൈഡിൽ ഇങ്ങനെ കയറുക. വിശ്വാസത്തിൽ പറയുന്നുണ്ട് അത്ഭുതം നടക്കും. നിങ്ങൾ പാട്ട് പാടിയിട്ടുണ്ട്, ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പാടിയിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ മിനിസ്ട്രി എഴുതിയ പാട്ടാണ്. RSV എഴുതിയത്. പക്ഷെ മിനിസ്ട്രിയിലായിരുന്നപ്പോൾ ഡാഡിൻ്റെ ഒരു മെസ്സേജിൽ നിന്ന് എടുത്ത് മെസ്സേജ് പാട്ടുണ്ടാക്കി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? വിശ്വാസത്തിൽ കൽപ്പിച്ച് ദൈവം അത്ഭുതം ചെയ്യും. മലയിലോട്ട് കയറാൻ നേരം ഈ സൈഡിൽ നിന്ന് കയറുക. പക്ഷെ ആരാധന വേണ്ടി പോകുന്നുണ്ട്, നേരെ ഹൃദയമായതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറാൻ നേരം
അപ്പുറത്തുനിന്ന് ഉത്തരം മേളോട്ട് വരും. Amen. നിങ്ങളിപ്പോ ഉത്തരം കാണുന്നില്ലായിരിക്കും, നിങ്ങൾ തന്നെ ഉള്ളായിരിക്കും. പക്ഷെ നിങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജഡം മരിച്ച് നിങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹം കാണും. ആ അനുഗ്രഹം ആർക്കും പിടിച്ച് നിർത്താൻ ഒക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, സാറാന്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ സാറ വീഴുമോ? അബ്രഹാം പറഞ്ഞില്ല. ചിലപ്പോ നമുക്ക് പറയാനൊക്കത്തില്ല. ചില രാത്രി ഞാൻ ഉറങ്ങാതെ ഇരുന്ന് ആരാധിക്കും. Because I know my breakthrough is in my praise. Amen. നിങ്ങൾ എന്റെ വണ്ടി എടുത്ത് മാറ്റിയാലും വീട് എടുത്ത് മാറ്റിയാലും അതെനിക്ക് ഒരു പ്രശ്നമല്ല. I'll tell you right now, you can never take away my God from me. Amen. Praise God. നമ്മുടെ അകത്ത് അത് ആ തീ കാണും. ദൈവമേ നീ മാത്രം മതി. Amen. ഒത്തിരി പേര് പാടുന്ന എന്തോ ഞാൻ പറയട്ടെ, നിന്റെ പാത്രം മതി. നമ്മളതാ പറഞ്ഞത്. അത് മാറ്റിയിട്ട് ദൈവമേ you are more than enough. Because I know one thing, ഞാൻ ഈ മല കയറാൻ നേരം പ്രയാസം. എത്ര പേര് മല കയറിയിട്ടുണ്ട്? ഇവിടെ മലകളുണ്ടല്ലോ. ഈ ചില എന്റെ ഭാര്യയ്ക്ക് നടക്കുന്ന ഇഷ്ടമാണ്. ദൈവമേ ഇത് ആരാ ഉണ്ടാക്കിയ? എനിക്കിഷ്ടമല്ല, പക്ഷെ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നടക്കാം. ഭർത്താക്കന്മാരുടെ സംസാരിക്കുക. If you do what your wife likes, she will do what you like. Simple solution. ഞാൻ പഠിച്ചിരിക്കുന്ന അതുകൊണ്ട് അവർക്ക് നടക്കാൻ ഇഷ്ടമാണ്, ഞാൻ നടക്കാൻ പോകും. എനിക്ക് ഇഷ്ടമാണോ? ഇല്ല. ഞാൻ ഭസിച്ചിട്ടുണ്ട്, ഇല്ല ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് നടക്കാനാണ്. പക്ഷെ മലയായിട്ട് കയറുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് there is a small mountain. നമ്മൾ ആഴ്ച 2 പ്രാവശ്യം മേലോട്ട് ഇങ്ങനെ കയറും. So we have our exercise. വീട്ടിലേക്ക് എക്യുപ്മെന്റ്സ് ഉണ്ട് to build my muscles. ഈ ഡോക്ടർ ഗ്രൂപ്പൊക്കെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഇവരെല്ലാം മസിലും ബിൽഡിംഗ് ചെയ്തു വന്നല്ലോ. അപ്പോൾ ഞാനും പോയി സാധനങ്ങളെല്ലാം മേടിച്ചു. ഞാൻ ഈ ട്രെഡ്മിൽ മേടിക്കാതിരിക്കുന്ന റീസൺ പറഞ്ഞാൽ, ട്രെഡ്മിൽ നമ്മൾ ഒരാഴ്ച ഉപയോഗിക്കും, അത് കഴിഞ്ഞ് തുണി ഉണക്കാൻ വേണ്ടി മേടിച്ചു. പക്ഷെ മല കയറുന്ന ഈസിയല്ല. പക്ഷെ ഈ നടപ്പ് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ മേളി എത്തുമ്പോൾ നിങ്ങൾ ഉത്തരം നിശ്ചയമായി കാണും. ഞാൻ സേവിക്കുന്ന ദൈവം നിശ്ചയമുള്ള ദൈവമാണ്. അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞ, ഹീബ്രൂസിൽ പറഞ്ഞ surely I will bless you. നിശ്ചയമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. Surely. സങ്കീർത്തനം 23 പറയുന്നത് എന്തുവാ? Surely. Surely അല്ല, surely നിങ്ങളുടെ കാര്യം എനിക്ക് പുറകെ വരും. ഇല്ലെങ്കിൽ surely goodness and mercy will follow me all the days of my life. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം, ഇത് ചോദിച്ചിട്ട് ഞാൻ തീർക്കട്ടെ. Why behind me and not before me? ആലോചിച്ചിട്ടുണ്ടോ? Why behind me and not before me? എന്റെ പിതാവിനെ പഠിപ്പിക്കാൻ നേരം എൻ്റെ അടുത്ത് പറയുന്നത്, മോനെ അനുഗ്രഹം പുറകെ വരും, പക്ഷെ നമ്മൾ ഓവർടേക്ക് ചെയ്യും. നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോയല്ലോ, അല്ലയോ? We missed it. പക്ഷെ ഞാൻ ധ്യാനിക്കാൻ നേരം ഒരു പിതാവിന്റെ സ്വഭാവം പഠിക്കാൻ നോക്കിയപ്പോൾ, ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ പിതാവ് പുറകെ നടക്കുന്നേ, ആ വീഴാതിരിക്കാൻ വേണ്ടി, പുറകെ പിടിക്കാൻ വേണ്ടി. So God says surely goodness and mercy is following you, because when you fall it is there to hold you and carry you forward. ദൈവം നിങ്ങളെ തോൽക്കാൻ വേണ്ടി അലൗ ചെയ്യത്തില്ല. നിങ്ങൾ വിശ്വസിച്ചോളം ദൈവം നിങ്ങളെ അനുഗ്രഹത്തിൽ മേലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. നമ്മൾ പോകാൻ നേരം സ്വർഗ്ഗ താഴെയല്ല, മേളില. Your journey is called to go higher in your life. So I want you to believe as your flesh dies, as your desires die, as your ego dies, and the fire of the Holy Spirit falls upon you, you will see the glory and the power of the Lord. You will see provisions in your life. You will see your needs being met. You will see God moving in an unusual manner. And nobody can shut you. Nobody can stop you. That the glory of God will be visible upon your life. I want you to believe for supernatural things. I want you to believe for supernatural things. I want you to believe for the hand of the Lord to heal. Because the Lord is calling you into something great and mighty. Dayman ningale vichittundengi nishchayamayi ningal anugrahikkam. Dayman ningale koottathilundengi ningal thaleyil maarum vaaniല്ല.
I will show my glory. So the Lord would say, build a relationship with me in a deeper level. It is not a one-time off. The Lord would say, son, I'm going to do unusual things. So on this journey, it's going to be an adventure with me, the Lord says. So prepare yourself. For the hand of the Lord is going to be revealed in a greater way. ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരം ചില സമയത്ത് you will feel God's presence coming down on you, and you will know the hand of the Lord is on your life. Like an oil flows, you will feel the oil flow upon you. You will see the oil of gladness come upon you. You will see, the Lord says,